വസന്തൻ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇതെന്തുപറ്റി കാണും? നിധി വല്ല പണി ഒപ്പിച്ച് കാണുമോ? ഒന്നിനും മടിക്കാത്തവളവള്. വേണ്ടിയെന്ന് ആന്റിയെ പിടിച്ച് മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് ഫോണെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ഓ, എന്താ സംഭവം എന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ജയിലിലെ ഒരു ഗ്രില്ലിന്റെ ഇരുപുറങ്ങളിലായി നിന്ന് ഗൗതം പറഞ്ഞു തന്ന പാഠങ്ങളാ ഇതിലക്കങ്ങളായി ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. ഗൗതം പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കമ്പനികളുടെ പഴയ രീതികൾ പഠിച്ചു. ഈ കൊട്ടേഷൻ ഗൗതമിന് വേണ്ടി ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോവാ. എനിക്ക് ഉറപ്പുണ്ട് ഗൗതം, നമ്മൾ ജയിക്കും. അതെന്റെ മിടുക്കല്ല, ഗൗതമിന്റെ ടാലന്റാ ഈ കവറിനുള്ളിലുള്ളത്. ഞാൻ ടെൻഡർ നേടി തിരികെ വരുമ്പോ ഗൗതം ജയിലിന് പുറത്തുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷേ അത് നടക്കില്ല. എന്നാലും നമ്മുടെ വിജയം പറയാൻ ഞാൻ ജയിലിലേക്ക് വരും. അവിടെ വെച്ച് എങ്ങനെയെങ്കിലും എനിക്കൊരു ഉമ്മ സമ്മാനമായി തരണം. ഞാൻ പോയിട്ട് വരാം ഗൗതം. ഒരു ഉമ്മയുമായി ജയിലിൽ എന്നെ കാത്തിരുന്നു. വേഗം വാ, എനിക്ക് പോണം. ടെൻഡറിന് പോകാൻ സമയമായോ മോളെ? സമയമായോന്ന് ചോദിച്ചാലായി, വൈകിയോന്ന് ചോദിച്ചാൽ വൈകിട്ടില്ല. ഇന്നിനിപ്പോ വൈകിയാലും ശരി തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പൊ എടുക്കാം. എങ്കിലേ അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. അപ്പോഴേക്കും ഞാൻ ഈ കൊട്ടേഷൻ കവർ കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വരാം. എങ്കിൽ മോള് പോയി പ്രാർത്ഥിച്ചിട്ട് വാ, ഞാൻ എല്ലാം എടുത്തു വെക്കാം. ചെല്ലേ. CKC ഗൗതമിനെ ജയിലിലടച്ചത് തന്നെ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ തകർക്കാൻ വേണ്ടിയാ. ജയിലിൽ കിടക്കുന്ന ഗൗതം എന്നെ ഏൽപ്പിച്ചൊരു വലിയ ഉത്തരവാദിത്വമാണ് ഈ ടെൻഡറിൽ വിജയിക്കുക എന്നത്. ഇതിൽ ജയിച്ചാൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ എനിക്ക് ടെൻഡർ കിട്ടൂ. നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് ഗൗതമിനെ ജയിലിൽ ചെന്ന് കണ്ട് പറയണം. ഒരുപാട് ദുഃഖങ്ങൾക്കിടയിലും ഞാനൊരു പോരാട്ടത്തിനിറങ്ങുക. തുണയായി എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ ഭഗവാനെ, കൈവിട്ടുകളയല്ലേ.
എന്താ ശബ്ദം കേട്ടെ? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ?